പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാണ്. ഇന്നലെ നമ്മൾ റിവിഷൻ ഓഫ് ഫെയ്ത്താണ് കണ്ടത്. ബ്ലാക്ക് ഔട്ട് കാലങ്ങളിൽ വിശ്വാസത്തിന് ഇരുണ്ട രാത്രികളിൽ വിശ്വാസത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. എന്താണ്? റിക്കോൾ ദ പാസ്റ്റ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോണത് അതിനെ നമ്മൾ വിളിച്ചത് റിവിഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. അതായത് പഴയ കാലങ്ങളിലുള്ള പാഠങ്ങളെ അനുസ്മരിക്കുക. അതാണ് റിവിഷൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. റിവാലുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ പുനർനിർണയം. അപ്പോൾ ഈ റീവാലുവേഷൻ ഫെയ്ത്തിൽ വരണത്, ഇപ്പോൾ വാലുവേഷൻ എന്താ നമുക്കറിയാമല്ലോ. നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രിമ്മ് കട്ട് ഓഫ് മാർക്ക് 60 വിചാരിച്ചോ, അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ, അല്ലെങ്കിൽ കട്ട് ഓഫ് 50, ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 49, 48 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആൾക്കാരെ വന്നിട്ട് ചോദിക്കുക, വെച്ചാൽ റീവാലുവേഷൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കും. കാര്യം ബ്രിമ്മിലാണ് നിൽക്കണത്. ചിലപ്പോൾ കൊടുത്താൽ 2 മാർക്ക് 5 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീണ്ടും പരീക്ഷ എഴുതണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കരുത്.
കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു പ്രതിഭാസം വിശ്വാസ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിൻ്റെ പുനർമൂല്യനിർണ്ണയം. അതായത് റിവാലുവേഷന് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതിപ്പോയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയാണല്ല റിവാലുവേഷൻ്റെ ഉദ്ദേശം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇപ്പം നമുക്ക് ദൈവമായിട്ടുള്ള ഇടപെടലേ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്നറിയാമോ? ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. മനസ്സിലായില്ലേ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ദൈവത്തിന് അത് ആപ്ലിക്കബിൾ അല്ല. അതാണ് ഇതിൻ്റെ അത് വരുന്നൊരു മെച്ചം. വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മണിക്കൂറിന് ചിലപ്പോഴും $10 വിലവൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഡോളർ ഇവിടെ വരുമ്പോൾ 10,000 രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന്. അത് മനസ്സിലായില്ലേ? അപ്പം അത് അനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിൽ വരണത്. പാസ്റ്റ് എന്നുള്ള സംഭവം ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല. എവർ പ്രസൻറ്റാണ് ഉള്ളത്. എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാകാഞ്ഞത് കൊണ്ടോ വിശ്വാസത്തിൽ അകഴപ്പെടാഞ്ഞ കൊണ്ടോ സാക്ഷി ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകളുണ്ടാകും. പരിക്കുകളല്ല, വീക്ക് ടൈം ഉണ്ടാകും. നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും മാർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേഗുല കാലങ്ങളില്ലേ, നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും വരുമ്പോൾ ഈ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. കൃപയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല. നമുക്ക് തരുന്നത് കുരിശാണ്. കുരിശിൽ നമ്മൾ തരുന്ന കുരിശിൽ അത് ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, നാട്ടുകാരിൽ നിന്നാകാം, എവിടെ നിന്നാകാം, നമുക്ക് തരുന്ന ഒരു കുരിശ് അസംസ്കൃത പദാർത്ഥം അതാണ്. അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ, വെള്ളം വേറെ, ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ കൃപ ഉൽപ്പാദിപ്പിച്ചെടുക്കണത്. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി ആൻഡ് സബ്മിഷൻ, ഡെഡിക്കേഷൻ. തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ 3 വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത് ഇപ്പം ക്യൂൻ ഓഫ് പ്രൂഡൻസ്, ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കിങ്ങാണ്. ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ഇപ്പം അത് തിരുത്താൻ പോകണ്ടേ, കാരണം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻറ്റ്സ് ആണത്. പക്ഷെ അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ ഈ എംപർ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാം? സമർപ്പണമാണ്. സമർപ്പണം. അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇനി നമ്മൾ ഈ കുരിശ് നമുക്ക് തരുമ്പോൾ, കുരിശ് ഒരു ദിവസം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി ഭർത്താവ് നിൻ്റെ കഴുത്തേക്ക് കയറും. നീയാണെങ്കിൽ നടുവേ മുറിഞ്ഞ് പണി ചെയ്ത ദിവസമായിരിക്കും അത് അന്നായിരിക്കും നീ ഏറ്റവും കൂടുതൽ പണി ചെയ്ത്. നമ്മൾ ചെയ്യുന്ന പല കഷ്ടപ്പാടുകളും മറ്റുള്ളവർ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ മേക്കെട്ട് കയറിയിരിക്കും. കാര്യം അവർക്ക് വേറെ പല ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഔട്ട്ലെറ്റ് ചെയ്യണമല്ലോ. അപ്പം അത് നമ്മൾക്ക് ആൾക്കാർ ഔട്ട്ലെറ്റ് ചെയ്യണം എവിടെ ഇരിക്കും? എളിതരം ഉള്ളിടത്ത് വാദം കൊച്ചാന്ന് പഴമക്കാർ പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ ഔട്ട് ബസ് ചെയ്യും. ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് കൊണ്ടുവന്ന് അവരുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം ഡംപ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് അതുപോലെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു ജീവിതത്തിൽ
നമുക്ക് കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂല്യങ്ങൾ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റിവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ പീഡിതകാലത്തെ മേഖലകാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട്, സ്മാർട്ട്നെസ്സിനേക്കാൾ പവർഫുള്ളായിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമാണ്. ഈ മൂല്യം ഇപ്പം നീ വേഗലകാലത്ത് കൈവരിച്ച സുവിശേഷ മൂല്യമില്ലേ, ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ്. ഈ സർപ്ലസ് മൂല്യം സഹായിക്കണം എവിടെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ഭൂതകാലത്ത് എവിടെയെങ്കിലും കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ അല്ലേ? 1 കൊരിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അത് തന്നെ അതിനകത്ത് വരുന്നത് ക്രിസ്തീയമായ സ്നേഹമാണ് കേട്ടോ, അല്ല വല്ല സ്നേഹമല്ല. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മ, അവരുടെ വളർച്ച, അവരുടെ കേടുകൂടാതെ സംരക്ഷിക്കുന്ന അതും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ദൈവത്തിന് വേണ്ടി മനുഷ്യനെ ഏത് സാഹചര്യത്തിലും സന്ധിക്കാൻ പറ്റിയ ഒരു സ്നേഹമായിരിക്കണം നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ കഥാവിനോട് പറഞ്ഞു, എനിക്ക് PSC ടെസ്റ്റാണ്, 42 വയസ്സുണ്ട്, എനിക്കിപ്പോൾ 41 അടുത്ത മാർച്ചിൽ ഞാൻ നിയമിതയായില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും, ഞാൻ പുറത്താകും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പുറത്താകും, എൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും എന്നൊക്കെ പറയണമെങ്കിൽ ഇത് ആർക്കും കഴിയും. അതിന് കെട്ടിയെടുത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ആകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങൾ പറയേണ്ട ഇതാണ്, എനിക്ക് ഇത് നീ തന്നാൽ എൻ്റെ ജീവിതത്തിൽ പറ്റുന്ന സഹായമെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും. അത് നീ പറയണം ദൈവത്തോട്. എവിടെയാണ് എൻ്റെ സഹായം ആവശ്യമായി വരണത് അതെല്ലാം ഞാൻ ചെയ്യും. കാര്യം ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു പ്രശ്നം, അത് ആളെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ കഴുകിയേ എടുക്കത്തുള്ളൂ, കഴുകാത്ത ഒരു സാധനത്തിനും എടുക്കത്തില്ല. അതാണ് ആളെ എടുക്കണമെങ്കിൽ ആ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് ഇപ്പം നീ ഞാൻ ആവശ്യപ്പെട്ട മതം മാറാനൊന്നും ഞാൻ പറയത്തില്ല, അതെൻ്റെ സബ്ജക്റ്റും അല്ല. പക്ഷേ നീ ക്രിസ്തുവിന് നിനക്ക് ഓഹരി വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം കഴുകിയെടുക്കത്തുള്ളൂ. അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധീകരിക്കണം, നിലപാടിൽ വിശുദ്ധീകരിക്കണം, നയത്തിൽ വിശുദ്ധീകരിക്കണം, നടപടിക്രമങ്ങൾ വിശുദ്ധീകരിക്കണം, നിൻ്റെ നിലനിൽപ്പിൽ വിശുദ്ധീകരിക്കണം. എല്ലാ മേഖലകളിലും ക്രിസ്തുവായിരിക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും എല്ലാം നിന്നെ ലക്ഷ്യം വെച്ചാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണമെന്ന് ജോസ്മി പറയുമ്പോൾ, ഉടമ്പടി ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ്. വളർച്ചയുടെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ തീരാത്ത വളർച്ചയാണ്. ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു രതി എന്നും പറഞ്ഞൊരു മോഡ് സാക്ഷ്യം പറഞ്ഞു. അവൾ എത്രാമത്തെ സാക്ഷ്യമാണ് ഈ പറയണമെന്നറിയാവോ? 7ാമത്തെ സാക്ഷ്യമാണ് ഈ പറയണത്. ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോലെയാണ്. മുയൽ ഉറങ്ങുന്നുണ്ട്, ആമ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. വിശ്വാസത്തിൽ ഇവിടെ ആമയല്ലായിരുന്നോ? വിശ്വാസം നേരത്തെ സ്വീകരിച്ച പാരമ്പര്യ ക്രിസ്ത്യാനിയല്ലേ മുയൽ അവിടെ. പക്ഷേ മുയൽ ഉറങ്ങിപ്പോകുന്ന ആമ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താ കാര്യം? രതിയുടെ ഉടമ്പടി 10ാമത്തെ ഉടമ്പടിയാണ്. 10ാമത്തെ ഉടമ്പടിക്ക് 7ാമത്തെ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ എന്താ സംഭവം? അപ്പോൾ ഉടമ്പടി ഒരു വലിയ സാധ്യതകളുടെ, ദൈവാനുഭവങ്ങളുടെ ഒരു കലവറയാണത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും 90 തികച്ചാൽ മതി എന്നാണ് പറയണത്, അല്ലേ? എങ്ങനെയെങ്കിലും 90 തികച്ചാൽ മതി. 90 ദിവസം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും 90 ദിവസം. അപ്പോൾ ദൈവത്തിന് അറിയാൻ പാടില്ല ഇത് 90 തികക്കാൻ വേണ്ടിയുള്ള 90 തികച്ചിട്ട് കാര്യം കാണാൻ വേണ്ടിയുള്ള അഭ്യാസമാണെന്ന്. അത് പാലും വെള്ളം ഒഴിക്കാത്ത തുളസി തറ പോലെ കരിഞ്ഞു പോയി സാധനം. നമ്മളെല്ലാ ദിവസവും തുളസി തറ സന്ധ്യ കൊണ്ടുവന്ന് നിങ്ങൾ കുളിയും ദേവാലയം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുഖത്ത് പാലോ അല്ലെങ്കിൽ വെള്ളമോ തളിക്കത്തില്ലേ? തളിക്കുമ്പോൾ തളിക്കാതെ ചില വീട് വിട്ടു പോയ ആൾക്കാരുണ്ട്. ഫ്ലാറ്റ് എടുത്ത് അവിടെ പോയി എറണാകുളത്ത് പോയി താമസിക്കണവർ. അവർ പൊറുതിയും കഴിഞ്ഞ് വരുമ്പോൾ തുളസിത്തറ കാണാനില്ല, അത് ഒരു കരിഞ്ഞ് നിൽക്കണ കാണാം. ആൾപ്പാർപ്പില്ലാത്ത തുളസിത്തറ കരിഞ്ഞു പോകും. അതുപോലെയുള്ള അനുഭവമാണ് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ ഈ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള ടൈം ബൗണ്ടായിട്ടുള്ള സംഭവം ഇടുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് 90 ദിവസത്തേക്കുള്ള ജോലി കിട്ടാനുള്ള ഒരു തൽക്കാലത്തുള്ള ഒരു ഏർപ്പാടാണെന്നറിയാം. അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാര്യം 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ മഷീട്ടൊന്നും ഉടക്കിയാൽ പോലും ദൈവത്തിന് മുമ്പ് നിന്നെ കാണത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. ഇത് നിസ്സാരമല്ല, ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഒന്നാമത് സ്കാനിങ് യന്ത്രമൊക്കെ ഇന്നാളല്ലേ കണ്ടുപിടിച്ചത്. ദൈവം എത്രയോ മുമ്പേ കണ്ടുപിടിച്ചതാണ്. നാഥാനിയേൽ ചോദിച്ചു, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു.
അപ്പം നമ്മളെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ നീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്താത്തുമ്പോൾ തന്നെ ഓർക്കുക, നിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് പുറത്തായി. എന്താണ്? തൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ നിന്നെ ദൈവത്തെ ഇത് ഞൊട്ടിച്ചുണ്ട് 4 കാലം വീണ് ഓടുമെന്നറിയാം. അപ്പോൾ ആദ്യമേ അതിന് ജാമ്യം എടുക്കണം. ഉടമ്പടി വർക്കൗട്ട് ചെയ്യുക. കർത്താവേ, ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം. പറഞ്ഞേ, കർത്താവേ, ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം. ഉടമ്പടിയുടെ കാര്യങ്ങള് ദൈവസ്നേഹത്തിന്റെ സുവിശേഷ സാക്ഷി ജീവിതമാണ്. അതിന്റെ അന്ത്യം കാണാൻ എനിക്ക് അർഹത നൽകണമേ. എന്റെ ഉടമ്പടി ജീവിതത്തിൽ നീ വളർത്തണമേ. ഉടമ്പടി ജീവിതത്തിലെ നീ വളർത്തണമേ. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ബോധ്യങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അതായത് ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എഴുതി ഇട്ടതിലല്ല രതി വളർന്നത് ഏത് സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രതി വളരും. ഇന്നലെ തന്നെ 6 സാക്ഷ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവളുടെ സാക്ഷ്യം ഒന്ന്, അവളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമുണ്ട്. കുഞ്ഞും അമ്മയും പ്രഗ്നൻ്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ 5-6 മാസം മുമ്പ് വന്നായിരുന്നു കക്ഷി. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പന് ക്യാൻസറായിരുന്നു, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, കുഞ്ഞിന് എന്തോ ഈ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിലൂടെയാണ് ഈ 5-ാം ഉടമ്പടിക്കാരത്തി പോണത്. 5-ാം ഉടമ്പടിയാണ്. സാക്ഷികളെല്ലാം പറഞ്ഞ് 5 പ്രാവശ്യം പറഞ്ഞിട്ട് 6-ാമത്തെ ഉടമ്പടിയിലോട്ട് കുതിക്കുമ്പോഴാണ് അപ്പന് 4th സ്റ്റേജ് ക്യാൻസർ വരണത്. പിന്നെ അവൾക്ക് തന്നെ കൊച്ചിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞോ നീയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഉടനെ ഈ ഉടമ്പടി കാശിന് തിരുമിക്കൊണ്ട് പറയും 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും. ഒരു മരുന്നും ആവശ്യമില്ലെന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം മാതാവിനാണ്. അതാണ് വളരണത്. ജീവിതം കൊണ്ട് വിശ്വാസം കൊണ്ട് വളരുകയാണ്. ഒരു സംഭവം നമ്മളെ കിടക്കി പിടച്ചതിൽ താഴെ വീഴോടെ ഡോക്ടർ പറയുമ്പോൾ ഡോക്ടറല്ലേ പറയണത്. എന്നിട്ട് ഈ കാശിനും തിരുമ്പിട്ട് പറയും ഇത് കണ്ട 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും. അതോടുകൂടി ഇവളുടെ കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പനെ ആർസിച്ച് കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പന് ഒരു കുഴപ്പമില്ല. ഒരു വ്യക്തി എങ്ങനെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കുന്നത്? ജീവിക്കണ ദൈവം ആരുടെയും കുത്തകയല്ല. ജീവിതം നമുക്ക് യേശുക്രിസ്തു സുവിശേഷവും ആരുടെയും കസ്റ്റഡിയിലുമല്ല. സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. 2 തിമോത്തി 2:9 ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ദൈവവചനം ആരുടെയും കസ്റ്റഡിയിലല്ല. ശരിക്കും പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനം സ്വാഭാവികമായിട്ട് സഭയുടെ കസ്റ്റഡിയിലാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ആരിലും പ്രവർത്തിക്കും. ആരാണ് ദൈവവചനത്തെ വിശ്വസിക്കുന്നത് അവർക്ക് കർത്താവ് സമീപിപ്പിനാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ ഉടമ്പടിയിൽ എല്ലാ ദിവസവും വചനം വായിക്കാൻ പറയും. എന്താ കാര്യം? നീ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നിൻ്റെ വചനം വായിക്കാനുള്ള ആദ്യത്തെ പ്രാർത്ഥന. ഞങ്ങൾ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ആദരത്തെയും സംശുദ്ധമാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വചനം പങ്കുവെക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഇത് മനസ്സിലാകണില്ലെന്നാണ് പറയുന്നത്. ഫിലിപ്പോസിൻ്റെ രഥത്തിനോട് ചേർന്ന് നടക്കാൻ പറയുമ്പോൾ സിറിയക്കാരൻ ഷണ്ടം പറയണത് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകും? അപ്പം ദൈവത്തിൻ്റെ വചനം നീ തുറക്കുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവേ മനസ്സിലാക്കി തരണമേ എന്ന്. അപ്പോൾ നിന്നോട് നിൻ്റെ ഭാഷയെ ദൈവം നിൻ്റെ അനുഭവത്തിലൂടെ സംസാരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രതി ഈ കൃപാസനം പത്രം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട്. അവളുടെ കൃപാസനം പത്രം ഇവർക്ക് ഭയങ്കര പ്രാണനാണ്. മാതാവിൻ്റെ തനത് സാന്നിധ്യമാണെന്നുള്ള ആന്തരിക ബോധ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം മഴയത്താണെങ്കിലും ആ ഓച്ചിറയിൽ നിന്ന് കൊല്ലം വരെ പോയി ഇവിടെ ഈ പത്രം കൊടുക്കും. താലൂക്ക് ആശുപത്രി കൊടുക്കും, ജനറൽ ആശുപത്രി കൊടുക്കും. അപ്പോൾ പലയിടത്തും കവലകളിലൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിനക്ക് പ്രാന്താണോ കൊച്ചേ, ഇതും കൊണ്ട് വല്ലവരും ഇങ്ങനെ നടക്കുക എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ ഇവള് മോങ്ങിക്കൊണ്ട് ചേട്ടൻ മേടിച്ചിട്ട് പേടിക്കണ്ട, അടുത്ത കൊടുക്കുകയില്ല. ആ ചേട്ടനെ ഉടനെ ഇവളെ ട്രാജറ്റ് ചെയ്യും. എൻ്റെ ചേട്ടനെ പറയും, ചേട്ടാ ഇപ്പം ചേട്ടന് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ ഇത് കണ്ട 100 സാക്ഷ്യങ്ങളാണ്. നിങ്ങൾക്ക് വിശ്വാസ ജീവിതം വേണമെങ്കിൽ
ഈ പത്രം വായിച്ച് ഇത് അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങളൊന്ന് എന്നോടൊന്നും ചോദിക്കത്തില്ല. ഞാൻ എൻ്റെ അനുഭവസ്ഥയാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ സാധനം അടിച്ചേൽപ്പിക്കും. ചില ആൾക്കാർ ചെയ്യണത് മേടിച്ചില്ലെങ്കിൽ മേടിക്കാൻ അടുത്ത ആളുകൾ കൊടുത്തു പോരുകയല്ലേ. ഇതങ്ങനെയല്ല. ഇത് ഇവിടെ കുറച്ചുകൂടി അവിടെ മുന്നോട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ ഇത് അയാളുടെ കൊടുക്കേണ്ടതാണ്. അയാളിത് വാങ്ങിക്കാത്തതിൻ്റെ കാരണം അയാൾക്ക് അനുഭവങ്ങളില്ലാത്ത കൊണ്ടാണ്. അപ്പോൾ അവളുടെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഈ സാധനം കൊടുക്കും. അതെന്ന് വെച്ചാൽ സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി വല്ലാത്ത തീഷ്ണതയാണ്. തീഷ്ണതയപ്പോൾ എന്താ പറയണമെന്നറിയാവോ? അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ആളിൻ്റെ നിക്ഷേപം പിടികിടത്തില്ലേ? നമുക്ക് നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മൾ ചിലപ്പോൾ എഴുന്നേറ്റ് നമ്മൾ ചായ പരത്തി തരുമല്ല. നമ്മൾ ലോണിന് ചെന്നാൽ അവർ മാനേജറിന് അവിടുന്ന് ബാത്റൂമിൽ പോയിരുന്ന് അകത്ത് കിടിപ്പിട്ടുകൊണ്ട് അവിടെ ഇരിക്കും. ആ വ്യത്യാസം അതാണ്, റേഷൻ്റെ വ്യത്യാസമാണ്. നമുക്ക് നല്ല നിക്ഷേപം ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മാനേജർ കസേര വരച്ചിട്ട് തരും, ചായ പരത്തി തരും. നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ അയാളെ കസേരന്ന് അപ്പം തന്നെ ഓടി പാത്ത് കളയും. എന്താ നമ്മൾ ലോൺ എടുക്കാൻ വരികയാണെന്ന് അറിയാൻ പറ്റും. ഇതാണ് സംഭവം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസ്ഥനിൽ നമുക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മൾ പറയണ എല്ലാം നടക്കും. നിങ്ങളെപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര അങ്കല ഇപ്പോൾ കിട്ടുക കിട്ടത്തില്ലേ? ജയിക്കുക ഇല്ലേ? ജോലി കിട്ടുക ഇല്ലേ? വിസയ്ക്ക് സായിപ്പ് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുക ഇല്ലേ? ഞാൻ പറഞ്ഞു അയാൾക്ക് മനസ്സിലാകുക ഇല്ലേ? ആ അത് വിസ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ ഓർത്ത് വേർക്കുകയാണ്. എന്ത് കാര്യത്തിന്? നിനക്ക് ഇവിടെ വേണ്ടത് നിക്ഷേപമാണ് വേണ്ടത്. ദൈവത്തിരിച്ച് നിക്ഷേപം ഉണ്ടെങ്കിൽ നിനക്ക് കോൺഫിഡൻസ് ആയി. നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ ധ്യാനം തുടങ്ങിയല്ലേ? ആത്മവിശ്വാസം ആധ്യാത്മികമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപത്തിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവള് തന്നെ ഈ രതി തന്നെ ഈ പത്രം കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു ക്യാൻസർ പത്തനംതിട്ടയിലുള്ള ഒരു ക്യാൻസർ 4th സ്റ്റേജ് വല്യപ്പനെ കണ്ടത്. അപ്പോൾ വല്യപ്പനോട് പറഞ്ഞു, വല്യപ്പ ഉടമ്പടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാ വിഷയം. രതിയായി പറഞ്ഞ ഉടമ്പടി എടുത്താൽ മതി, ഇതെല്ലാം മാറും, ഇതൊന്നും കാര്യമില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ വല്യപ്പൻ്റെ വൈഫ് അവിടെ ഇപ്പോൾ ഉണ്ട്. വല്യപ്പനെ കേൾപ്പിക്കാതെ രതിയോട് പറയുവേ, മൂപ്പരാൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് പറയും. അതെന്താ സംഭവം? അതെന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പരാൻ്റെ സമയം കഴിഞ്ഞിരിക്കണമെന്ന് അവർ പറഞ്ഞെന്ന്. ആര്? ആശുപത്രിക്കാർ പറഞ്ഞെന്ന്. വല്യമ്മ ആ ദൈവവചനമായിട്ട് അത് വിശ്വസിച്ച് നടക്കണം. അപ്പോൾ പറഞ്ഞ് സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ സമയത്തെ അറസ്റ്റ് ചെയ്യണേ വിശ്വാസം കൊണ്ട് ചെയ്യണത്. അപ്പോഴേ പോകാൻ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ഒഴിവാക്കണമല്ല, ഇവൾ മാറുന്നില്ലല്ലോ. ഇവളെ ഒഴിവാക്കാൻ വേണ്ടി വല്യമ്മ ഉടായ്പ പറഞ്ഞു, പോകാൻ കൊച്ചേ വരാവേ, ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴ വരണപ്പേ, എന്നാലും വരാം എന്നൊക്കെ പറഞ്ഞ് എന്ന് വേറെ പോയി. പിറ്റേ ആഴ്ച പിന്നെ ഇവിടെ കണ്ണി വന്ന് പെട്ടു വല്യമ്മനും കൂടി. അപ്പോൾ നിങ്ങൾ പോയില്ലേ? ഞാൻ പോയില്ല കൊച്ചാ, പോകണം എന്നൊക്കെ പറഞ്ഞു. അവസാനം 3ാമത്തെ ഘട്ടത്തിൽ വല്യപ്പനെ അടിച്ചിട്ട് അവൾ പൊക്കി 5 എണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴേ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്തിട്ട് ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ഇതെല്ലാം വിധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ നിക്ഷേപം തന്നെ വഴി പറയണേ. എന്നിട്ട് മാറി നിന്നും പറയും, മാതാവേ ഈ വല്യപ്പൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം. കാര്യം എനിക്ക് ഈശോയുടെ നാമത്തെ മറ്റുള്ള മുമ്പിൽ മഹത്വപ്പെടുത്തണം. അതാണ് ആ ദൈവത്തോടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ അറ്റവും അതിലേക്ക് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിവിടെയും കൊണ്ട് അവസാനിക്കാൻ തോന്നില്ല ഉടമ്പടി. എന്നിട്ട് ഈ വല്യപ്പന് അവസാനം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, എങ്ങനെ തിരികെത്തിക്കേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ ഈ റിസ്ക് ആരേറ്റെടുത്ത് രതിയുടെ ജാമ്യത്തിലാണ് ഈ 4th ക്യാൻസർ ഇരിക്കണത്. എന്നിട്ട് രതിയാണ്, ഞാനിങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉദ്ദേശം അമ്മയെ പല മനുഷ്യരെ അറിയണം ഇതിലൂടെ, അതാണ് സത്യം. അപ്പോൾ എൻ്റെ ഉദ്ദേശം, അപ്പോൾ ആ ഉദ്ദേശശുദ്ധി കറക്റ്റാണ്, നിക്ഷേപം കൂടുന്ന പരിപാടിയാണത്. അപ്പോൾ അമ്മ ഈ വിഷയം ഈ ഫയലെടുത്ത് ഒപ്പിട്ട് കളയും ഉടനെ. എന്തെല്ലാം പറഞ്ഞാലും സമയം പോയെന്ന് പറഞ്ഞാലും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും മറിയം അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പച്ചമഷി അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ ഓവർ റൈറ്റിംഗ് ഒന്നും വരത്തില്ല. കർത്താവിന് അതിൻ്റെ പുറത്തുകാരെ ഒപ്പിടുകയില്ല, റിമാർക്ക് എഴുതത്തില്ല. അത് മറിയം എന്താ കാര്യത്തിൽ അവർ അനാദികാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അവർക്ക് വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടും. അതിനുള്ള പ്രത്യേക അഭിഷേകം അവർക്കുണ്ട്. ഒരു വചനത്തിൻ്റെ മാതാവാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വല്യപ്പൻ ആശുപത്രി RCC പോയിട്ട് പിറ്റേ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ക്യാൻസറും ഇല്ല ആളിന്. ആരാണ് ഇവർക്ക് സൗഖ്യം കൊടുത്തത്? രതി എന്ന് പറയുന്ന ആളാണ്. ഈ വല്യപ്പൻ ആരാണ്? ഒരു പച്ച ക്രിസ്ത്യാനി പോരെ. അതാണ് സംഭവം. ദൈവം
ഈ വിഷയം നേരിട്ട് ചെയ്യാൻ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന ഒരു വലിയ ഉടമ്പടിക്കാരം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. നമുക്ക് ഇനി സ്മൃതിയുടെ എടുക്കാം. സ്മൃതിയുടെ കേസ് സാക്ഷി എടുക്കാം. സ്മൃതിയുടെ വിഷയം എന്താ? നിങ്ങൾ അവർ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് നേഴ്സാണെന്ന് തോന്നുന്നു. അവരുടെ വൊക്കാബുലറി എല്ലാം മെഡിക്കൽ ടേംസ് അവർ പറയണത് പല മുക്കാരും. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊരു 5-8-10 കൊല്ലം വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ പ്രശ്നമായി. സ്മൃതിയുടെ കുഞ്ഞിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് പാല് കുടിക്കണില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള കാരണം ജനിച്ച നമ്മൾ അമ്മമാരുടെ അമ്മിഞ്ഞപ്പാൽ അവരെടുത്ത് കുടിക്കുവാനുള്ള കുഞ്ഞുങ്ങളാണ്. ശരിക്കും അവരുടെ നമ്മൾ ഉറങ്ങിക്കിടന്നാലും അവർ കുടിക്കും. അതാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റ് അതാണ്. പക്ഷേ കുഞ്ഞിന് വായിക്കൊണ്ട് വെച്ച് കൊടുത്തിട്ടും കുഞ്ഞ് പാല് കുടിക്കണില്ല. പാല് കുടിക്കാമെന്നപ്പോൾ അത് ഭയങ്കര, പക്ഷേ എന്താണെന്ന് മനസ്സാകണില്ല. എന്തുകൊണ്ട് കുഞ്ഞ് പാല് കുടിക്കണില്ലെന്ന് മനസ്സാകണില്ല. കൊച്ച് വളരുന്നുണ്ട്, പക്ഷേ തൂക്കക്കുറവാണ്, ഭയങ്കര തൂക്കക്കുറവാണ്. അപ്പോൾ തൂക്കക്കുറവാണെന്ന് വെച്ചാൽ അങ്ങനെ വന്ന് പിന്നെ വളർച്ച മുരടിച്ച് ചിലപ്പോൾ മരിച്ചും പോവുകയും. അപ്പോൾ എന്താണെന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് പാല് കുടിക്കാത്തത്. അപ്പോൾ CMB എന്ന് പറഞ്ഞ അസുഖമാണ്, പ്രോട്ടീൻ അലർജിയാണ് കൊച്ചിന്. പ്രോട്ടീൻ സക്ക് ചെയ്യത്തില്ല. ഈ പാലിൻ്റെ അകത്ത് പ്രോട്ടീനുള്ള കാരണം അത് അലർജിയാണ്, കൊച്ച് റിജക്റ്റ് ചെയ്യും. പക്ഷെ അത് കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ അതിന് പകരം എന്ത് ചെയ്യാനാണ്? പാല് സാധാരണ കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് പാല് കുടിക്കത്തില്ലേ, പക്ഷേ കുഞ്ഞ് വരണമില്ല, കൊടുത്തിട്ടും കുടിക്കണില്ല. അപ്പോൾ വേറെ ഫോർമുല മിൽക്ക് കൊടുത്ത് ഫോർമുല ഈ പാലിൻ്റെ അകത്തുള്ള കണ്ടൻസൊക്കെ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫീഡിങ് നടത്തി. അത് കൊച്ച് തട്ടി കളയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ധർമ്മസങ്കടത്തിൽ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞ് ഭക്ഷണം കഴിക്കണില്ല, കുഞ്ഞ് നേർത്ത് നിരണ്ട് വരണേ, ഭയങ്കര സങ്കടമാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല ശരിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പൊടി വാങ്ങിച്ചു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ എന്നാ പൊടി? ആ പൊടിയുടെ പേരൊക്കെ ഇവിടെ അറ്റാമിൻ പെറ്റി എന്നും പറഞ്ഞൊരു പൊടി 400 ഗ്രാം, ഒരു ടീസ്പൂൺ 400 ഗ്രാം ഒക്കെ കിട്ടണമെങ്കിൽ 2000 രൂപയാണ്. എങ്ങനെയാണ് മുതലാകണത്? നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക്. അമ്മിഞ്ഞപ്പാൽ കുഞ്ഞ് കുടിക്കുമ്പോൾ നിങ്ങളവർക്കും അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് നാച്ചുറലാണെന്ന്. ഈ സാധനം ഒന്ന് കുടിക്കാനും നോക്കണം, നമ്മുടെ വസ്തു എഴുതി കൊടുക്കേണ്ടി വരും. അറ്റാമിൻ പെറ്റിക്ക് ഗ്രാമിന് 400 ഗ്രാമിന് 2000 രൂപ. അത് 2000 രൂപ നിന്നൊക്കെ കൊച്ചു കുടിക്കുക, കാശും പോകണം, കൊച്ചു കുടിക്കണില്ല, കൊച്ചു തുപ്പിക്കളയും. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ത് ചെന്നാലും കൊച്ചു ഓക്കാനിച്ച് തുപ്പി ഛർദ്ദിച്ച് സ്വരം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി വയലൻ്റായിട്ട് പിടിച്ച് മറിച്ച് താഴെയിടും. കൊച്ചിന് ഈ പാല് കുടിപ്പിക്കുന്നത് ഒരു ഭയങ്കര ജീവമരണ പോരാട്ട വിഷയമായി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അമ്മ എന്തുമാത്രം വിഷമിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. അവസാനം അറ്റാമിൻ പറ്റിയെന്ന് പറഞ്ഞാൽ മരുന്ന് പൊട്ടി മരുന്ന് കണ്ടൻറ്റ് കൊച്ചിന് കൊടുക്കണത് ഈ അവർക്ക് വിറഞ്ഞിട്ട് അവർ 2 വയസ്സായപ്പം അവർ മടുത്തി കൊച്ചിനെ കൊണ്ട് അത്രയ്ക്ക് കൊച്ചിനെ ഓടിക്കളയും. കൊച്ച് എന്തെങ്കിലും കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് അവസാനം ഇവർ കസേര ഇരുന്ന് അവിടെ മുട്ടുകൊണ്ട് കുഞ്ഞിൻ്റെ കഴുത്ത് ഞെക്കി പിടിക്കും. നിങ്ങളൊക്കെ കുറേ നമ്മുടെ അമ്മമാരെ കുറേ കഷ്ടപ്പെട്ടുള്ളതാണ് നമ്മൾ വളർത്താൻ വേണ്ടി അല്ലേ. ഞെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യും? വാ പൊളിക്കും, എന്നിട്ട് കുഴൽ അണ്ണാക്കിലോട്ട് കുത്തിക്കയറ്റും. അപ്പോൾ അവൻ കാല് കൊണ്ട് കൈയും കാലും കൈ കൊണ്ട് മോന്തക്കിട്ട് അടിക്കും, കാല് കൊണ്ട് ചവിട്ടും. അവസാനം കുഞ്ഞ് പലപ്പോഴും ഇത് അവസാനം നിവൃത്തിയില്ല വരുമ്പോൾ അമ്മ കുഞ്ഞിനെ കൈവിട്ട് കളയും. അത് മൂഞ്ഞയും കുത്തിപ്പോയി നിലത്തടിച്ച് വീഴും. എന്നിട്ട് അമ്മയ്ക്ക് സങ്കടം വരും. കാര്യം അവർക്ക് വിറഞ്ഞിട്ടാണേ ഇത് കൊച്ചിന്. അപ്പോൾ അത്രയും പങ്കപ്പാടായി. ഇതിനി ജീവിതം തീർന്നെന്നുള്ള അവസ്ഥയിലാണ്. ഇതുമായിട്ട് ഇത് ഉറങ്ങുമ്പോഴും പേടിയാണ്, എഴുന്നേക്കുമ്പോഴും പേടിയാണ്. ഇനി എന്തൊക്കെയാണ് ഇന്ന് നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പേടിയാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഡോക്ടർ ഇവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഈ അമ്മ ഈ കുഞ്ഞിനൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളൊന്ന് തഞ്ചത്തി കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഇവർക്ക് വിറയും. കാര്യം എൻ്റെ കൺസേണിനെ കുറിച്ച് പോലും അയാൾക്ക് കൺസേൺ ഇല്ല എന്ന്. ഞാൻ എന്ത് ഭക്ഷണം പോലും കഴിക്കാതെ കുഞ്ഞിനെ ഒരു തുള്ളി അകത്ത് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഴപ്പമായിട്ട് ഡോക്ടർ കൈയൊഴുകിയാണ് ശരിക്കുന്നത്. എൻ്റെ മക്കളെ, ഇത് ജീവിതമാണ്. എല്ലാവരെയും നമ്മളെ കൈവീഴും. അപ്പോൾ ക്രിസ്തു നിന്നെ രൂപപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങളെല്ലാവരും എന്നെ കൈവഴിയും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞില്ല. ടെക് ദ പോട്ടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും
പറഞ്ഞേ, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന ചെയ്യുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇപ്പൊ ക്രിസ്തു എന്നുള്ള ഒരു അനുഭവ പാക്കേജിലുള്ളതാണ് നമുക്ക് കൂടെയുള്ളവരെ കൈവിട്ട് കളയണത്. നിങ്ങൾ ഓർത്തേക്കണം. മനസ്സിലായി? ക്രിസ്തു നിങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ മണം വരും. എന്താണ്? കൂടെയുള്ളവർ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ആൾക്കാർ പതുക്കെ നമ്മളെ കൈവഴിയും. അപ്പം നിങ്ങൾ സന്തോഷിക്കണം. എന്താ കാര്യം? അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ, പ്രതിഫലം വലുതായിരിക്കും വരാൻ പോണത്. അത് പ്രതിഫലം എന്താ? നമ്മുടെ പ്രതിഫലം ക്രിസ്തുവാണ്. പ്രതിഫലം ഒരു വിശ്വാസിയുടെ പ്രതിഫലം ക്രിസ്തുവാണ്. വലിയ പ്രതിഫലം എന്നാണ് ബൈബിൾ പറയണത്. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അപ്പോൾ ദൈവരാജ്യത്തിലെ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം ക്രിസ്തുവാണ്. അപ്പോൾ ഈ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുമ്പോഴാണ് മറ്റുള്ളവരെ തദ്ദാങ്ങൾ അവർക്ക് നിശ്ചയിച്ചപ്പെട്ട വഴിയിലേക്ക് അവർ പോകും. കാരണം ക്രിസ്തു ഒരു വലിയ പ്രതിഫലത്തിലേക്കുള്ളൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ആ പ്രതിഫല യാത്രയിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ടല്ല, ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവാണ്. ലോകത്തിൽ പോസിറ്റീവാണ്, പക്ഷേ ആധ്യാത്മികതയിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. പക്ഷേ നമ്മുടെ അനുഭവങ്ങളാണ്. പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകും. പക്ഷേ എന്നിട്ട് പറയും ഞാൻ ഏകനല്ല, പിന്നെന്താണ്? പിതാവ്. അതാണ് ക്രിസ്തുവിന് കുരിശായി പോയത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കുരിശ് അതാണ്, ആ ഒരു വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് കൂടെയുണ്ടെന്ന്. അപ്പോൾ പിതാവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് റോമാക്കാരായാലും ഏത് കുരിശുമരണമായാലും ചമ്മട്ടിയായാലും ക്രിസ്തുവിന് ഏക്കത്തില്ലെന്ന് പിതാവിന് അറിയാം. അപ്പോൾ പീഡാസഹനങ്ങളിൽ വെള്ളം ചേർക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ്. പീഡാസഹനം പൂർത്തിയാകത്തില്ലെന്ന് ഉറപ്പാണ്. എന്താ കാര്യം? പിതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജയിലല്ല, ആണോ? അത് പിതാവ് കേട്ട് പിതാവിനറിയാം. മാനുഷികമായിട്ട് പറഞ്ഞതാണെങ്കിലും ഇതാണ് അവൻ്റെ മൈൻഡ് സെറ്റ് എന്നറിയാം. അതെന്ത് ചെയ്ത്? പിതാവ് ടൈമായപ്പോൾ പിതാവ് മാറിക്കളഞ്ഞു. അതൊക്കെ കിടന്ന് കാറണം കുരിശിൽ. എൻ്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ക്രിസ്തുവിൻ്റെ പൂർണ്ണത അവിടെയാണ് വരണത്. എന്നിട്ട് പറയും ഇപ്പം എല്ലാം പൂർത്തിയായെന്ന് പറയും. ഇത് അക്കംപ്ലിഷ്ഡ് എന്ന് പറയും. എല്ലാം പൂർത്തിയാണെന്ന് വെച്ചാൽ പിതാവ് കൂടി മാറിയാൽ മാത്രമേ ക്രിസ്തു പൂർണ്ണനാകത്തുള്ളൂ. ഈ പൂർണ്ണതയിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലായേ? അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് നെഗറ്റീവാണ് സംഭവിക്കണമെങ്കിൽ അത് പോസിറ്റീവായിട്ട് കരുതണം. എന്താ കാര്യം? നമ്മൾ ക്രിസ്തുവിലേക്ക് വളരുകയും ക്രിസ്തു നമ്മളെ പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവർ